OCD അപ്പോ ചുരുക്കി പറഞ്ഞാല് OCD നമുക്ക് അമിത വൃത്തി അല്ലെങ്കിൽ നമുക്ക് പെർഫെക്ഷൻ കൂടുതൽ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അപ്പൊ ഇത് രണ്ടും കൂടിക്കഴിഞ്ഞാലുള്ള ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ നമുക്ക് പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടി എന്ത് കാര്യം ചെയ്താലും നമുക്കൊരു അതിന് ടൈം കറക്റ്റ് ആവില്ല. നമ്മളത് ആവർത്തിച്ച് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ടൈം മാനേജ്മെന്റ് ശരിയാവില്ല. അപ്പൊ നമുക്കൊരു സമയത്ത് ഒരു സമയത്ത് പുറപ്പെടാൻ പറ്റത്തില്ല. ഒരു കാര്യം നമ്മുടെ ടൈം മാനേജ്മെന്റ് തന്നെ തെറ്റിപ്പോകുന്നു. അപ്പൊ നമ്മുടെ പ്രൊഫഷനിലും ജീവിതത്തിലും അത് നമ്മളെ സാരമായി ബാധിക്കുന്നു. അപ്പൊ അതുപോലെ ഹൈജീന്റെ കാര്യത്തില് ഇപ്പൊ നമ്മള് പെർഫെക്ഷൻ മാത്രമല്ല, അമിത വൃത്തിയുള്ളവർ പറയും നമുക്ക് മാത്രമേ വൃത്തിയുള്ളൂ, മറ്റുള്ളവരൊന്നും അൺഹൈജീനിക്കാണ്. അപ്പൊ അത് ദാമ്പത്യ ജീവിതത്തിൽ പോലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കാം. അപ്പൊ നമ്മുടെ പാർട്ട്ണർക്ക് പ്രോപ്പറായിട്ട് ഹൈജീൻ ഇല്ല എന്ന് തോന്നിയുള്ള അവസ്ഥ വളരെ പരിതാപകരമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അങ്ങനെ പലപ്പോഴും ഒരു ഫാമിലി റിലേഷൻസിൽ വരെ ഇത് OCD വലിയ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെയുള്ളൊരു ടൈമിൽ നമ്മള് ഇതിനുള്ളൊരു സൊല്യൂഷൻ, പലപ്പോഴും ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് OCD ഉണ്ട് എന്ന് പറഞ്ഞാല് അവര് വിശ്വസിക്കില്ല എന്നുള്ളതാണ്. ഐ ആം റൈറ്റ്, എന്റെ ഭാഗത്ത് പ്രശ്നമൊന്നും ഇല്ല എന്നുള്ള ഒരു എക്സ്പ്രഷൻ ആയിരിക്കും അവർ വരുന്നത്. അപ്പൊ നമ്മളൊരാൾ കറക്റ്റ് ചെയ്യാൻ ചെന്നാൽ പോലും നമ്മളെ തന്നെ അവർ സംശയഭാവത്തോടെ വീക്ഷിക്കും. എനിക്ക് ട്രീറ്റ്മെന്റ് ഒന്നും ആവശ്യമില്ല, എന്റെ ഭാഗം ക്ലിയർ ആണ് എന്നുള്ള അതാണ് അവരുടെ ഒരു മനോഭാവം. അപ്പൊ ഇവരെ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കൺവിൻസ് ചെയ്ത് കറക്റ്റ് ചെയ്തില്ലെങ്കിൽ അവരിലെ ഡിപ്രഷനും ആൻസൈറ്റിയും അത് സൈക്കാട്രിക് ലെവലിലേക്ക് വരെ നീങ്ങാവുന്ന സാഹചര്യങ്ങളാണ്. ഒരു മാനസിക വൈകാരിക ഒരു പ്രക്ഷുബ്ധാവസ്ഥയാണ് OCD എന്നുള്ളത്. പലപ്പോഴും ഇത് അനുഭവിക്കുന്നവർക്ക് മനസ്സിലാവില്ല, കൂടെയുള്ളവരാണ് ഇതിന്റെ തിക്താനുഭവങ്ങൾ അനുഭവിക്കുന്നത്. അപ്പൊ ഇവരെ റൈറ്റ് ടൈമില് അവരുടെ പ്രശ്നങ്ങൾ കൺവിൻസ്ഡ് ആക്കി അതിന് നമുക്ക് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി ഉണ്ട്, അതുപോലെ സൈക്കോ തെറാപ്പി ഉണ്ട്, ഹോളിസ്റ്റിക് ഹോമിയോപ്പത്തിക് റെമഡിയേഷൻസ് ഉണ്ട്. ഇത് അതിന്റെ മൈൽഡ്, മോഡറേറ്റ്, സിവിയർ 3 രീതിയിൽ നമുക്ക് തരംതിരിച്ച് അതിന് ടൈമിൽ നമ്മളെ ഇന്റർവെൻഷൻ നടത്തിയില്ലെങ്കിലുണ്ടെങ്കിൽ ഈ OCD മൂലം ഇവരുടെ ജീവിതം തന്നെ ദുസ്സഹമാവുകയും ഇവർക്ക് വീട്ടിൽ നിന്ന് മാറി മറ്റൊരു വീട്ടിൽ പോയി അല്ലെങ്കിൽ വേറൊരു ഹോസ്റ്റലിലോ ഒരു ഹോട്ടലിലോ ഒന്നും താമസിക്കാൻ പോലും പറ്റില്ല, മറ്റൊരു പബ്ലിക് ടോയ്ലറ്റ് അവർക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്.